ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരു കർത്തൃദിവസം കൂടെ കാണുവാൻ സഹായിച്ച കർത്താവിന് സ്തോത്രം. ഇന്നത്തെ ധ്യാനത്തിനായി 59-ാം സങ്കീർത്തനം 16-ാം വാക്യം വായിക്കുന്നു. ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. ദാവീദിൻ്റെ ഈ പാട്ടിൽ ദൈവത്തിൻ്റെ ബലവും ദയയും ഓർത്ത് അദ്ദേഹം ഘോഷിച്ചാനന്ദിക്കുകയാണ്. അതിൻ്റെ കാരണമായി കവി പാടുന്നത് ദൈവം തനിക്ക് ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നുവെന്നതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഭക്തൻ മരണഭീതിയിലായിരുന്നു. ഇന്നു രാവിലെ ദൈവത്തെ ആരാധിപ്പാൻ നാം കൂടി വരുമ്പോൾ നമ്മുടെയും സ്ഥിതി വിഭിന്നമായിരുന്നില്ല എന്നോർക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ നാം എല്ലാം ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നു. ഇത്തരം ആളുകളായിരുന്ന നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ദയ ലഭിച്ചു. ഓഹ്, എന്തൊരു ദൈവകൃപ! തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദയയ്ക്ക് നമ്മുടെ രക്ഷയിലുള്ള സ്ഥാനം പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ദൈവത്തിൻ്റെ ബലവും ദയയും ഓർത്ത് അവിടുത്തേക്ക് പാടാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ പ്രിയപുത്രൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാം. കാൽവരി ക്രൂശിനെ ഓർക്കാം. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ.